കമ്മ്യൂണിസ്റ്റും കൊന്തയും ഒന്നിച്ച് പോകൂല എന്ന് പണ്ടേ പറഞ്ഞതാണ്. അതുപോലെയാണ് കമ്മ്യൂണിസവും മാർക്സിസവും ദൈവികതയും പിന്നെ ശിവനും പാർവതിയും ഒന്നും ഒന്നിച്ച് പോണ പ്രശ്നമേ ഇല്ല. പക്ഷെ എന്ത് ചെയ്യാം, കേരളത്തിലൊരു വല്ലാത്ത മതേതരമാണ്. ലോകത്തില്ലാത്തൊരു കമ്മ്യൂണിസമാണ് കേരളത്തിലെ കമ്മ്യൂണിസം. ഒരേ സമയം തന്നെ EMS അടക്കമുള്ള ആളുകൾ പറഞ്ഞു. കാരണം അല്ലെങ്കിൽ ആൾ കാണുള്ളൂ, ഇതിനകത്ത് 5-6 പേരെ കാണത്തുള്ളൂ. അതുകൊണ്ടായിരിക്കും. വിശ്വസിക്കാം, നിങ്ങൾക്ക് ശബരിമലയിലും പോകാം, നിങ്ങൾക്ക് ഇപ്പുറത്ത് വന്നിരുന്ന് അയ്യപ്പനെ തെറി പറഞ്ഞുകൊണ്ട് വൈരുദ്ധ്യാത്മ ഭൗതികവാദവും പറയാം. ഇത് രണ്ടും കൂടെ എങ്ങനെയാണ്? SNDPയിലും പ്രവർത്തിക്കാം, കമ്മ്യൂണിസ്റ്റും ആവാം. NSSലും പ്രവർത്തിക്കാം, കമ്മ്യൂണിസ്റ്റിലും ആവാം. ക്രിസ്തു മതത്തിൽ പ്രവർത്തിക്കാം, കമ്മ്യൂണിസ്റ്റ് ആവാം. ഇതെങ്ങനെ ശരിയാവുന്നു? അമ്പല കമ്മിറ്റിയിൽ ഇരിക്കാം, കമ്മ്യൂണിസ്റ്റ് ആവാം. ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. ഇപ്പൊ നോക്കൂ, യാതൊരു പ്രസക്തിയുമില്ലാത്ത, അതുമായി യാതൊരു ബന്ധവുമില്ല, എന്തെങ്കിലും ഒരു കുലബന്ധമോ വേണ്ട ഒരു കാര്യം ചെയ്യുമ്പോൾ ലോട്ടറിക്കകത്ത് ശിവന്റെ ലിംഗം വല്ല കാര്യമുള്ളതാണോ? എന്തെങ്കിലും കാര്യമുണ്ടോ? ലോട്ടറി ശിവനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? സരസ്വതി ദേവി ആണെങ്കിൽ പിന്നെ വീണ്ടും പറയാം, സമ്പത്ത്, ലക്ഷ്മി ദേവി, സരസ്വതി ദേവി എന്നൊക്കെ പറഞ്ഞാൽ സമ്പത്തിന്റെയും ധനത്തിന്റെയും ഒക്കെ ആണെന്ന് പറഞ്ഞ് വയ്ക്കാം. ഇനി അത് യോനിയാണോ, അതിന്റെ ശിവന്റെ മുകളിൽ എന്താണ്, യോനിയാണോ, പുഷ്പമാണോ, ചെളിയാണോ എന്നൊക്കെ അറിയാത്തില്ല. വേണമെങ്കിൽ യോനി എന്നും മനുഷ്യ സ്ത്രീയുടെ യോനി എന്നും വ്യാഖ്യാനിക്കാം. അങ്ങനെ പലതരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരു ചിത്രം. അതിനകത്ത് താമരയാണോ, ഇതളാണോ, യോനിയുടെ ഭാഗങ്ങളാണോ എന്ന് തോന്നുന്ന രീതിയിൽ അതിൽ നിന്ന് 2 തുള്ളി രക്തം വീഴുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ധനകാര്യമന്ത്രിക്കൊക്കെ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം വലിയ പത്രങ്ങളിലെല്ലാം വലിയ രീതിയിൽ ലോട്ടറിയാണ് കേരളത്തിൽ, അത് തന്നെ ശുദ്ധ തോന്നിയ ദിവസമാണ്. ലോകത്തെ ഏറ്റവും ഏക ഗവൺമെന്റ് ഇന്ത്യയിലല്ല ലോകത്ത്, ഭൂമി മലയാളത്തിൽ ലോട്ടറിയും കഞ്ചാവ് അടിച്ച് ലോട്ടറിയും വിറ്റ് മദ്യവും കൊടുത്ത ഒരു ഗവൺമെന്റ് നിൽക്കുന്നത് ലോകത്തിനടുത്ത് കാണില്ല. തമിഴ്നാട് നോക്കുമോ, മറ്റ് സ്റ്റേറ്റിൽ നിന്ന് ഓരോ വ്യവസായം, തൊഴില്, കൃഷി എല്ലാം ചെയ്താണ് അവർ സമ്പത്ത് ഉണ്ടാക്കുന്നത് ഖജനാവിലേക്ക്. ഇവിടെ ലോട്ടറിയാണ്. പിന്നെ കുറെ ലോട്ടറി തൊഴിലാളികൾ ജീവിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് കുറ്റം പറയുന്നില്ല. കുറച്ച് ആളുകൾ ജീവിക്കുന്നുണ്ടല്ലോ, പാവങ്ങൾ. അത് കഴിഞ്ഞിട്ട് അതും അശരണരായ കുറച്ച് പേരും ജീവിക്കുന്നുണ്ട്, അംഗപരിമിതിയായിട്ടുള്ള കുറച്ച് ആളുകൾക്ക് ജീവിക്കുന്നുണ്ട്. നമ്മളൊന്നും പറയണ്ട, അതൊരു ചൂതാട്ടമല്ലേ. അത് പോട്ടെ. ആ ലോട്ടറിക്കകത്ത് ക്രിസ്തീയ പേരുള്ള, ഇത് എന്തിനാണെന്ന് അങ്ങനെ ചിന്തിപ്പിക്കുന്നത്, ക്രിസ്തീയ പേരുള്ള ഒരു ജോസഫ്, ഹിന്ദുവിന്റെ വിശ്വാസ പ്രമാണത്തിലുള്ള ശിവൻ, അതിനകത്തൊരു സ്ത്രീയോനി, അതിനകത്തൊരു പുഷ്പം, 2-3 രക്തത്തുള്ളി. ഇതാണോ ലോട്ടറി? എന്തെങ്കിലും ബന്ധമുണ്ടോ ഇതിനകത്ത്? കൊച്ചിൻ ബിനാലയിൽ യേശു ക്രിസ്തുവിന്റെ അത്താഴ വിരുന്നുമറ്റ ഒരു പടം, അതിനകത്തൊരു നഗ്നയായ യേശു, ഒരു സ്ത്രീ. ഈ കലാകാരന്മാർക്ക് എന്ത് പ്രാന്തമുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് 2 കാര്യങ്ങൾ ആലോചിക്കണം. ഇങ്ങനെയൊക്കെ വരയ്ക്കുന്ന ചേട്ടന്മാർ, സ്വാതന്ത്ര്യമുണ്ട്, കലാസ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞാലും മഹാഭൂരിപക്ഷം വരുന്നൊരു ജനത, ഒരു സാധാരണയായി അവർ കാണുന്ന വിഷയങ്ങളെ നമുക്ക് അങ്ങനെ കളയാം. അവരെ വരയ്ക്കാം, വികലമായിട്ട് നമുക്ക് രാഷ്ട്രീയ നേതാക്കൾ ആരെയും വരയ്ക്കാം. പക്ഷെ അവർ വളരെ പവിത്രമായി കാണുന്ന, ദൈവികമായി കാണുന്ന, ആത്മീയമായി കാണുന്ന, അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി കാണുന്ന വളരെ വ്യത്യസ്തമായ ഒരു തലമാണ് ആത്മീയതയും ദൈവവും എന്നൊക്കെ പറയുന്നത്. അത് വേറെ തലമാണ്. നമ്മൾ എന്ത് ചെയ്യുക? അതിലേക്ക് പോണ്ട, നാസ്തികനാകാം, എം എൻ കാരശ്ശേരി മാഷിനെ പോലെ, അല്ലെങ്കിൽ ശ്രീബുദ്ധനെ പോലെ, അല്ലെങ്കിൽ നെഹ്റുവിനെ പോലെ അജ്ഞേയനാവാം. ബുദ്ധനോട് ചോദിച്ച് ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ, ദൈവം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഞാൻ ദൈവത്തിലല്ല, ദൈവത്തിന് തിരക്കി പോകുന്ന ആളല്ല, അതിനേക്കാൾ അശരണരായ പാവപ്പെട്ടവരുടെ കാര്യമാണ് എൻ്റെ കൺസേൺ, ദുരിതക്കാരുടെ എന്ന് പറയുന്ന ബുദ്ധനുണ്ട്. നെഹ്റുവിനോട് ചോദിച്ചപ്പോൾ നെഹ്റു എനിക്കറിയത്തില്ല ദൈവം ഉണ്ടെന്ന്. കാരശ്ശേരി മാഷിനോട് ചോദിക്കുമ്പോൾ എനിക്കും അറിയത്തില്ല. അപ്പൊ അതിനെ രവിചന്ദ്രനെ പോലുള്ള ആളുകൾ പറയുന്നത് അങ്ങനെയുള്ളവരെല്ലാം ലോക ഉടായ്പാണ്, അജ്ഞേയന്മാരെന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൂടാത്തവരെല്ലാം ഉടായ്പന്മാരാണെന്നാണ് രവിചന്ദ്രൻ പറയുന്നത്. അതിനെതിരെ വലിയ വിവാദമൊക്കെ ഉണ്ട്. രവിചന്ദ്രനും എം എൻ കാരശ്ശേരി മാഷുമായിട്ട് വലിയ വിവാദമൊക്കെ ഉണ്ട്. അത് പോട്ടെ, അത് വേറെ വിഷയമാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അതിലെന്ത് നേട്ടമാണുള്ളത്? എന്ത് സൗന്ദര്യമാണുള്ളത്? ശബരിമലയിൽ ഇതുപോലെ സ്വരാജിനെതിരെ ഇന്ന് കേസ് വന്നിട്ടുണ്ട്. അവിടെ മാളികപ്പുറത്തമ്മയ്ക്ക് കണ്ണീര് പ്രളയം വന്നപ്പോൾ മാണിമപ്പുറത്തമ്മയ്ക്ക് കണ്ണീര് വന്നതാണ് പ്രളയമെന്നും, അത് പമ്പയാറ്റിൽ വെള്ളം പൊങ്ങിയെന്നും, അതുകൊണ്ട് അവിടെ കന്യമായപ്പന്മാർക്ക് ശബരിമല പോകാൻ പറ്റിയില്ലെന്നും, അതുകൊണ്ട് ഹേ സ്ത്രീ മാളികപ്പുറമേ, നിങ്ങൾക്ക് ഇനി കല്യാണം കഴിച്ചുകൂടെ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താത്വിക ആചാര്യനായിട്ട് വളർന്നു വരേണ്ട ഒരു ചെറുപ്പക്കാരൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയം ആവേശമാവേണ്ട, ഒരുപക്ഷെ EMSന് ശേഷം വരുന്ന ഒരു ആശയം ആവേശമായിട്ടൊക്കെ ലോകത്തിന് വൈരുദ്ധ്യാത്മക ഭൗതികവാദവും സോഷ്യലിസവും കമ്മ്യൂണിസവും തൊഴിലാളി വർഗ സർവാധിപത്യവും ഒക്കെ പഠിപ്പിച്ച് ജനങ്ങളെ മാറ്റേണ്ട ഒരുത്തൻ
നേരെ പോയിരിക്കുന്നു ശബരിമലയിലെ മാളികപ്പുറത്തിനെ പിടിക്കാൻ. രണ്ടിടത്തും തോറ്റില്ലേ. തൃപ്പൂണിത്തറയും അടിച്ചു പിരിഞ്ഞ് പിന്നെ പാലക്കാട് പോയി നിന്ന് അവിടെയും തോറ്റ്. എന്താണ് അയ്യപ്പൻ തോപ്പിച്ചു എന്നൊന്നും ഞാൻ പറയത്തില്ല, അത് വേറെ തലത്തിലായി പോകും. നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന മുഴുവൻ പിന്തിരിപ്പൻ പരിപാടിയാണ്. നിങ്ങൾ ജനങ്ങളെ പറ്റിച്ച് ഇനി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ കഴിഞ്ഞു. കർഷകത്തൊഴിലാളികളെ പറ്റിച്ചു, പൈസ കൊടുക്കാന്ന് പറഞ്ഞ് ഭൂപഷ്കരണം എന്ന് പറഞ്ഞ് പുലയന്മാരെയും പറയന്മാരെയും അടക്കമുള്ള പാവപ്പെട്ട പുലയ പറയ വിഭാഗത്തിൽ പാണി വിഭാഗത്തിൽപ്പെട്ട യഥാർത്ഥത്തിൽ അധ്വാനിച്ചു കൊണ്ടിരുന്ന പാവങ്ങൾക്ക് ഭൂമി കൊടുക്കാതെ ഭൂമി ഇടനിലക്കാർക്ക് ഭൂമി കൊടുത്ത ആ പാവങ്ങൾ ഇന്നും പാവങ്ങളായിട്ട് തന്നെ കഴിയുകയാണ്. ഭൂപഷ്കരണമൊക്കെ വലിയ ഉടായ്പായിരുന്നു. കുറേ പാവങ്ങളെ നിങ്ങൾ ലക്ഷം വീട്ടിക്കൊണ്ട് കളഞ്ഞു. എൻ്റെയൊക്കെ ഗ്രാമത്തിൽ ലക്ഷം വീടെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ കുറേയൊക്കെ വ്യത്യാസം വന്നു. അന്ന് വൈദ്യുതി ഇല്ല, വെള്ളമില്ല, ഒരു സൗകര്യമില്ലാത്ത വണ്ടി പോകാത്ത കാടിനകത്ത് പോലുള്ള സ്ഥലത്താണ് പാവപ്പെട്ട ജനങ്ങളെ കൊണ്ട് തള്ളിയിട്ട് എം ഗോവിന്ദൻ ലക്ഷം വീട് കൊടുത്തു എന്ന് ഇപ്പോഴും അഭിമാനിക്കുന്നത്. എന്തൊരു കഷ്ടമാണെന്നറിയാവും നിങ്ങളുടെ കാര്യം ആലോചിച്ച്. നിങ്ങളൊരു ജനതയെ വഞ്ചിച്ചിരിക്കുകയാണ്. റഹീമിന്റെ വീഡിയോ നമ്മൾ പ്രത്യേകിച്ച് ചെയ്യുന്നുണ്ട്. റഹീമിനെ പോലുള്ള ആളുകൾ എന്താ സംഭവിച്ചത്? നിങ്ങളുടെയൊക്കെ മക്കളെ നല്ല ഒന്നാം തരം സ്കൂളിൽ പഠിപ്പിച്ച്, ഒന്നാം തരം കോളേജ് പഠിപ്പിച്ച് വിദേശത്ത് പഠിപ്പിക്കും. റഹീമിനെ പോലുള്ള പാവപ്പെട്ടവന്മാർ സ്കൂളിൽ പഠിക്കും, ഈ സാധാ സ്കൂളിൽ പഠിക്കും. അവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. ഇംഗ്ലീഷ് പഠിച്ചാൽ എന്തോ സായിപ്പിന്റെ എന്തോ ഭാഷയായിപ്പോ, ഹിന്ദി പഠിച്ചാൽ മോഡിയുടെ ഭാഷയായിപ്പോ, മലയാളം നേരെ പഠിപ്പിക്കുമോ? അതുമില്ല. എന്താ സംഭവിച്ചത്? പിള്ളേർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, മലയാളം അറിഞ്ഞൂടാ, ഹിന്ദി അറിഞ്ഞൂടാ. ക്ലാസിക്കൽ എക്സാമ്പിൾ റഹീം. AKG പണ്ട് പല സഹാക്കളും, ഈ വലിയ സഹാക്കളാണ്, ചെറിയ സഹാക്കളെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് തള്ളുന്നത് എന്താണെന്നറിയാം? ഭയങ്കര തള്ളാണ്. പുട്ട് തള്ളും പോലെ തള്ളയാണ്. വീഴുന്നില്ല പുട്ട്. ചില പുട്ട് തള്ളിക്കഴിഞ്ഞാൽ വീഴില്ല, കുറ്റി കിടന്ന് ഇങ്ങനെ അടിക്കും. എന്താ സംഭവം എന്നറിയാവോ? AKG പണ്ട് പിന്നെ മലയാളത്തിൽ ഇംഗ്ലീഷിൽ പ്രസംഗിച്ചില്ല, അല്ല ഇംഗ്ലീഷിൽ പ്രസംഗിച്ചപ്പോൾ തെറ്റ് വന്നു, ഇംഗ്ലീഷിൽ പ്രസംഗിച്ചില്ല. നെഹ്റുവിന്റെ കാലത്ത് AKG ആയിട്ടാണ് കമ്പയർ ചെയ്യണത് റഹീമിനെ. പോട്ടെ, അത് ആ കമ്പാരിസൺ പോട്ടെ. AKGയുടെ വിദ്യാഭ്യാസം എവിടെ നിൽക്കുന്നു? റഹീമിന്റെ BA, MA, LLB, ജേർണലിസം, PhD 4 ലക്ഷം രൂപ വാങ്ങിച്ച് ഇപ്പോഴും യൂണിവേഴ്സിറ്റി കൊടുക്കാണ്ടെന്നാണ് പറയുന്നത്. എവിടെ കിടക്കുന്നു ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം? മാത്രമല്ല, AKG പഠിക്കുമ്പോൾ ഇത്രയും സൗകര്യങ്ങളുണ്ടോ? ഇന്നിവിടെ AEയിൽ കൊടുത്താൽ എന്തും കിട്ടൂലേ മാഷേ? എനിക്ക് എത്രയും മലയാളത്തിലുള്ളൊരു കാര്യം ഹിന്ദിയിലൊരു കാര്യം, ഇംഗ്ലീഷ്, തമിഴ് ഒക്കെ കിട്ടും. നമ്മൾ AEയിലോട്ട് അങ്ങോട്ട് അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് കൊടുക്കും. അപ്പൊ തരും. ആ സെക്കൻഡ് അങ്ങോട്ട് കൊടുക്കുന്നതിനേക്കാൾ വേഗത്തിൽ തരുന്നതാണ് AI. ChatGPT ഒക്കെ അങ്ങോട്ട് കൊടുക്കണ്ട, അതേ വേഗത്തിൽ തരും നമുക്ക്. എന്തൊരു പൊട്ടത്തരമാണ് സഹാക്കളെ വന്നിട്ട്. നിങ്ങൾ ജനങ്ങളെ പറ്റിച്ച് ഇനി പറ്റിക്കാൻ കഴിയാത്ത നിലയിൽ ജനങ്ങൾ വളർന്നു എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഠിക്കേണ്ടത്. അപ്പോഴാണ് നിങ്ങൾ ജോസഫ്മാരെയും. പിന്നെ ഇന്നലെ ഞാൻ എൻ്റെ കയ്യിൽ ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ ഒരു പുസ്തകം കിട്ടി. ചെറിയ പുസ്തകമാണ്, 100 രൂപ വിലയുള്ള വളരെ ചെറിയൊരു പുസ്തകമാണ്, ഒരു ഇല്ലസ്ട്രേഷൻ പോലുള്ള ഒരു പുസ്തകം. അതിൽ നേമം പുഷ്പരാജ് അതിനകത്ത് ആമുഖം എഴുതിയിരിക്കുന്നു. നേമം പുഷ്പരാജ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം പറയുന്ന ആളാണ്. ആറ്റുകൽക്കാവിന്റെ പുസ്തകത്തിൽ എന്തൊരു കലാപരമായിട്ട് എഴുതിയിരിക്കുന്ന അറിയാവും. അശോകൻ ചെരുവിൽ ഗുരുവിനെ എഴുതിയിരിക്കുന്നു മാതൃഭൂമി വാഴ്ചപ്പതിപ്പിൽ. നിങ്ങളുടെ ഈ തട്ടിപ്പ് ജനം അറിഞ്ഞു കഴിഞ്ഞു. ഇനി അത് നടക്കൂല. പണ്ടേ പറഞ്ഞതാണ് പുരോഹിതന്മാർ, അച്ഛന്മാര്, കൊന്തയും കമ്മ്യൂണിസവും കൂടി പോവില്ല. ഒരു കൈയിൽ ബൈബിളും മറുകൈയിൽ കമ്മ്യൂണിസവും കൂടെ പോവില്ല. ഇതെവിടെയെങ്കിലും വെച്ച് തല്ല് നടക്കും. അതുപോലെയാണ് ഒരു കൈയിൽ ആത്മീയതയും മറുകൈയിൽ കമ്മ്യൂണിസവും കൊണ്ട് പോകാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ ഒന്നുകിൽ കമ്മ്യൂണിസം ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ആത്മീയത ഉപേക്ഷിക്കുക. നിങ്ങൾ ജനാധിപത്യ പാർട്ടിയാവുക, അല്ലെങ്കിൽ ജനങ്ങളെ പറ്റിച്ച് അപഹാസിതരാകാം. വോട്ടെടുപ്പിലും അപഹാസിതരാവാം, പൊതുസമൂഹത്തിൽ അപഹാസിതരാവാം. അടിയന്തരമായി ആ ലോട്ടറിയിലെ വിറ്റ് തീർന്നെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അടിയന്തരമായത് പിൻവലിക്കുക. ആരാണ് വരച്ചു അവർക്കെതിരെ നടപടിയെടുക്കുക. മേലിൽ ഇതൊന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.